ഹലോ ഫ്രണ്ട്സ്, കുറച്ച് സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത് തിയറി ഓഫ് മെഷീനകത്ത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ക്യാം ഫോളോവർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലെ പ്രോബ്ലമാണ്. ക്യാമിൻ്റെ പ്രൊഫൈൽ സിന്തസിസ് ആണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ അതിൽ 4 ക്വസ്റ്റ്യൻസ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെലോസിറ്റി അനാലിസിസ്, അതിലെ ആക്സിലറേഷൻ, റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ്, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ്, തന്നെ ആക്സിലറേഷൻ അനാലിസിസ്, ഇതിനകത്തൊക്കെ പ്രോബ്ലംസ് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സിന്തസൈസിനകത്ത് ഒരു ഫ്രോയിഡ് ഐൻസ്റ്റൈൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല, ഡെറിവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിനകത്ത്, അടുത്ത് നമുക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇപ്പോൾ ഇത് ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു എ ക്യാം പ്രൊഫൈൽ ഇൻ വിച്ച് ഫോളോവർ മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഡ്യൂറിങ് അസെൻറ്റ് ആൻഡ് ഡിസെൻറ്റ്. സോ ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് ക്യാം ഫോളോവറിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്, ഫോളോവർ മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഡീസിലറേഷൻ ഡ്യൂറിങ് അസെൻറ്റ് ആൻഡ് ഡിസെൻറ്റ്. അപ്പോൾ അസെൻറ്റും ഡിസെൻറ്റും വരുന്നത് യൂണിഫോം ആക്സിലറേഷൻ ഡീസിലറേഷനാണ്. ദെൻ മിനിമം റേഡിയസ് ഓഫ് ദ ക്യാം ഈസ് 25 mm, റോളർ ഡയമീറ്റർ ഈസ് 7.5 mm. സോ ഇപ്പോൾ ഇത് ഒരു റോളർ ഫോളോവറാണ് വരുന്നത്. ഇതിൽ മിനിമം റേഡിയസ്, ക്യാം റേഡിയസ് തന്നിട്ടുള്ളത് 25 mm ആണ്. റോളർ ഡയമീറ്റർ 7.5 mm ആണ് തന്നിട്ടുള്ളത്. ദെൻ ലിഫ്റ്റ് വരുന്നത് 28 mm ആണ്. സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓഫ്സെറ്റ് ഓഫ് ഫോളോവർ ആക്സിസ് ഈസ് 12 mm ടുവേർഡ്സ് റൈറ്റ്. സോ ഇപ്പോൾ ക്യാം ആക്സിസിൽ നിന്ന് 12 mm റൈറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്, ഓഫ്സെറ്റിലാണ്. 12 mm ഓഫ്സെറ്റിൽ, റൈറ്റ് സൈഡിൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഫോളോവറിൻ്റെ ആക്സിസ് വരുന്നത്. ദെൻ ആംഗിൾ ഓഫ് അസെൻറ്റ് 60 ഡിഗ്രി, ആംഗിൾ ഓഫ് ഡിസെൻറ്റ് 90 ഡിഗ്രി. ദെൻ ആംഗിൾ ഓഫ് ഡ്വൽ ബിറ്റ്വീൻ ദി ആസെൻറ്റ് ആൻഡ് ഡിസെൻറ്റ് ഈസ് 45 ഡിഗ്രി. സോ ഇപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഡൊല്ലാണ് തന്നിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഡൊല്ലാണ്. അപ്പോൾ ആസെൻറ്റിൻ്റെ ഡിസെൻറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ഡൊൽ വരുന്നതാണ് 45 എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്പീഡ് ഓഫ് ക്യാം 200 RPM. Draw the profile of cam and determine the maximum velocity and uniform acceleration of the follower during outstroke and return stroke. അപ്പോൾ അസെൻറ്റിലും ഡിസെൻറ്റിലും വരുന്ന മാക്സിമം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എഴുതാൻ നമുക്ക് വേണ്ടത് ഒരു റോളർ ഫോളോവറാണ് തന്നിട്ടുള്ളത്. റോളർ ഫോളോവറാണ് വരുന്നത്. ദെൻ അടുത്ത് വന്നിട്ടുള്ളത് RC എന്ന് വരുന്നത്, ക്യാം റേഡിയസ് വരുന്നത് 25 mm ആണ്. അടുത്തത് റോളറിൻ്റെ ഡയ, ദാറ്റ് ഈസ് RD എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്, R⁻D, ദാറ്റ് ഈസ് ഡയ ഓഫ് റോളർ 7.5 mm ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമുക്ക് ആവശ്യമുണ്ട്. സോ RR = 7.5/2, 3.75 വരും, അത്ര mm. ദെൻ നമുക്ക് വേണ്ടത് പ്രൈം സർക്കിൾ റേഡിയസ്. പ്രൈം സർക്കിൾ റേഡിയസ് വരുമ്പോൾ RC + RR ആണ് വരിക. ദാറ്റ് ഈസ് 25 + 3.75 mm, ദാറ്റ് ഈസ് 28.75 mm വരും. ഇത്രയാണ് നമ്മുടെ പ്രൈം സർക്കിൾ റേഡിയസ്. സോ ഈ ഒരു റേഡിയസ് വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരക്കേണ്ടത്. then അടുത്തത് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നോക്കാം. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് H = 28 mm ആണ് തന്നിട്ടുള്ളത്. ദെൻ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് 12 mm ആണ് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇപ്പോൾ ഫോളോവറിൻ്റെ ആക്സിസ് വരുന്നത് ക്യാം ആക്സിസിൽ നിന്നും 12 mm റൈറ്റ് സൈഡിലാണ്. ദെൻ അസെൻറ്റ് ആംഗിൾ 5A എന്ന് എടുക്കാം ഞാൻ. അസെൻറ്റ് ആംഗിൾ വരുന്നത് 60 ഡിഗ്രി. ദെൻ ഡ്വൽ വൺ വരുന്നത് 45 ഡിഗ്രി. ദെൻ 5D ഡിസെൻറ്റ് ആംഗിൾ തന്നിട്ടുള്ളത് 90 ഡിഗ്രി. ദെൻ റിമൈനിങ് ഡ്വൽ 2 വരുന്നത് 360 മൈനസ് ഈ ഒരു റിമൈനിങ് ആംഗിൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 90 + 60 + 40, അപ്പോൾ ഇത് 190 വരും. അപ്പോൾ ഡ്വൽ 2 വരുന്നത് 165 ഡിഗ്രിയാണ്. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ നോക്കാം. ദെൻ N = 200 RPM തന്നിട്ടുണ്ട്. ഇത്ര ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു 60 ഡിഗ്രി 90 ഡിഗ്രി ഒക്കെയാണ് വരുന്നത്. സോറി, ഞാനിതൊരു 180 mm ആണ് എടുക്കുന്നത്.
സോ ഇപ്പോൾ നമ്മുടെ 180/360 ചെയ്യുമ്പോൾ 0.5 ആണ് വരുന്നത്, അല്ലെങ്കിൽ 1/2 വരും. സോ അപ്പോൾ നമുക്കിതൊരു 30 mm ആണ് നമ്മുടെ ആംഗിൾ ഓഫ് അസെൻറ്റിൻ്റെ വരുന്നത്. ദെൻ ഇവിടെ 1/2 ചെയ്യുമ്പോൾ ഒരു 4.5 സെൻറ്റിമീറ്റർ വരും. ഇതൊരു 1.5 ആണ് വരുന്നത്. നമ്മുടെ അസെൻറ്റ് വരുന്നതൊരു 3 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അടുത്തത് ഒരു 1.5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ 12 വരുന്നത്. അടുത്തതൊരു 4.5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഡിസെൻറ്റ് വരുന്നത്. നമ്മളെന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ അപ്പോൾ രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 ഈക്വൽ പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇപ്പോൾ നമ്മുടെ 5A മാർക്ക് ചെയ്യാം, അസെൻറ്റ് ആംഗിൾ 12 D1 എന്ന് മാർക്ക് ചെയ്യാം. ദെൻ 5D ഡിസെൻറ്റ് മാർക്ക് ചെയ്യാം. ദെൻ ദിസ് ഇസ് 12 അതിനെ D2 എന്ന് എടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഒരു 13 നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 0.5 mm അതായത് അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ദെൻ അടുത്തത് നമ്മുടെ 4.5 ആണ് 12 വരുന്നത്, ഡിസെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ഇതിനെ 6 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 7.5 ആണ് വരുന്നത്. അപ്പോൾ ഒരു അല്ലെങ്കിൽ 75 മില്ലിമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 75 മില്ലിമീറ്റർ അല്ല, 0.75 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 0.75, 1.5, ദെൻ 2.25, then 3 and 3.75. ഇനി അസെൻറ്റും ഡിസെൻറ്റും പറഞ്ഞിട്ടുള്ളത് യൂണിഫോം ആക്സിലറേഷൻ ഡീസലറേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, മിഡിൽ ലൈൻ കണ്ടുപിടിക്കുക, അതിനെ ഈവൺ ഡിവിഷനായിട്ട് കട്ട് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് ഇതൊരു H = 28 mm ആണ് വരുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക, 4.66 വരും. അപ്പോൾ ഒരു 0.46 മില്ലിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, അത്രയും ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യണം ആ ഒരു സെൻട്രൽ ലൈനിനെ, ഒരു മിഡിൽ ലൈനിനെ. സോ ഓക്കെ, അപ്പോൾ ഇതിൽ മിഡിൽ ലൈൻ എന്ന് പറയുമ്പോൾ 1, 2, 3. സോ അപ്പോൾ നമ്മൾ രണ്ട് മിഡിൽ ലൈനിനെയും n ഈക്വൽ ഡിവിഷൻസ്, അതായത് 6 ആയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ വെർട്ടിക്കൽ ലൈനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പേര് കൊടുക്കാം 0, 1, 2, 3, 4, 5, 6. സോ ഇപ്പോൾ ഇത് ഈ ഒരു ലൈനില്ല, അത് അറിയാതെ കുറച്ചാണ്. പിന്നെ ഇവിടെ 6 തന്നെ 7, 8, 9, 10, 11, 12. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നത് റൈസ് ഇങ്ങനെ ആയിരിക്കും. ദെൻ ഫോൾ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു 0-ൽ നിന്ന് നമ്മൾ ഈ ഒരു മിഡിൽ ലൈനിലുള്ള ഫസ്റ്റ് ഡിവിഷനിലേക്ക് ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ദെൻ നമ്മുടെ ആ ഒരു മിഡിൽ ലൈനിലെ സെക്കൻഡ് പോയിൻറ്റ് ജോയിൻ ചെയ്യുക. ദെൻ ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇതേപോലെ തന്നെ 2 പോയിൻറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് 1 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനെ ഈ ഫസ്റ്റത്തെ ഈ ലൈൻ കട്ട് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്, അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിനെ സെക്കൻഡ് ലൈൻ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റ്, അടുത്തത് ഈ ഒരു പോയിൻറ്റ്, ദെൻ അടുത്ത് ഈ ഒരു പോയിൻറ്റ്, ഈ പോയിൻറ്റ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിൻറ്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കർവ് വരയ്ക്കുക. സോ ഒരു കർവ് ആയിരിക്കും നമ്മുടെ
ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ഫിഗറിനകത്തും ചെയ്യാം, ഡിസൈനിനകത്തും ചെയ്യാം. സോറി, നമുക്ക് പെൻസിലെടുത്ത് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ ഫോൾ ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് പോയിൻറ്റ്, ഇത് സെക്കൻഡ് പോയിൻറ്റ്, തേർഡ് പോയിൻറ്റ്, ഇത് ഫോർത്ത് പോയിൻറ്റ്, ഇത് ഫിഫ്ത്ത് പോയിൻറ്റ്, ദെൻ ഇത് സിക്സ്ത് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് 1 ഡാഷ്, ഇത് 2 ഡാഷ്, ഇവിടെ 3 ഡാഷ്, 4 ഡാഷ്, 5 ഡാഷ്, 4 ഡാഷ്, 5 ഡാഷ്, 6 ഡാഷ്, ഇവിടെ 6 ഡാഷ്, ഇത് 7 ഡാഷ്, ഇത് 8 ഡാഷ്, 9 ഡാഷ്, ഇത് 10 ഡാഷ്, 11 ഡാഷ്, 12 ഡാഷ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കർവ് വരയ്ക്കുക. ഫസ്റ്റ് പോയിൻറ്റ്, ഇത് സെക്കൻഡ് പോയിൻറ്റ്, തേർഡ് പോയിൻറ്റ്. സോറി, ഒറ്റ കൈ എടുക്കാതെ വേണം ഇത് വരയ്ക്കാൻ. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ, ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഫൈൽ ഡയഗ്രാം വരുന്നത്. ഇനി വേണ്ടത്, ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൈം സർക്കിൾ വരക്കണം. സോ പ്രൈം സർക്കിളിൻ്റെ റേഡിയസ് വരുന്നത് 2875 ആണ്. 2875 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നമ്മളൊരു പ്രൈം സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് അടുത്ത പറഞ്ഞിട്ടുള്ളത് ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഓഫ്സെറ്റ് 12 മില്ലിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഓഫ്സെറ്റ് 12 മില്ലിമീറ്ററിന് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു എത്രയാണ്, 1.2 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ ഇതാണ് നമ്മുടെ പ്രൈം സർക്കിൾ. പ്രൈം സർക്കിളിന് കോൺസെൻട്രിക് ആയിട്ട് 1.2 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുക. സോ ഇപ്പോൾ നമ്മുടെ ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ക്യാമിന് എന്ത് ചെയ്യണം, ഒരു ആക്സിസ് വരയ്ക്കുക. ഇതാണ് എൻ്റെ ക്യാമിൻ്റെ ആക്സിസ്. ഇനി വേണ്ടത് എന്താ, നമുക്ക് നമ്മുടെ ഫോളോവറിൻ്റെ ഒരു ആക്സിസ് വരയ്ക്കണം. അത് വരച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓഫ്സെറ്റ് സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു സർക്കംഫറൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു റോളർ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് എത്ര തന്നിട്ടുള്ളത്, 7.5 ആണ്. 7.5 മില്ലിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. സോ അപ്പോൾ ആ ഒരു സർക്കിൾ ഇവിടെ വരക്കണം, ഡയമീറ്റർ 7.5 ആയിട്ടുള്ള. അപ്പോൾ നമ്മളിവിടെ വരക്കേണ്ടത് നമ്മുടെ ഇതാണ് ഫോളോവറിൻ്റെ ആക്സിസ്. ഈ ഒരു പ്രൈം സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ അത് ഓഫ്സെറ്റ് സർക്കിൾ, ഇത് റോളർ, ദെൻ ഇത് പ്രൈം സർക്കിൾ. ഇതിനൊക്കെ നമുക്ക് എന്താണ് ഒരു 25 mm. അപ്പോൾ 2.5 നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സർക്കിളും കൂടി വരക്കാം. നമ്മുടെ ക്യാം റേഡിയസ് വെച്ചിട്ട് ഇത് നമ്മളെന്താ ചെയ്യാറ്, നമ്മൾ ഈ ക്യാം ആക്സിസും അതേപോലെ തന്നെ ഫോളോവറിൻ്റെ ആക്സിസും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യും. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ലൈൻ, ഓക്കെ, ഈ ജോയിൻ ചെയ്യുന്ന ലൈനിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല ഏത് ഡയറക്ഷനിലാണെന്ന് റൊട്ടേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മുടെ ഫോളോവർ സ്റ്റേഷനറി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ഫോളോവർ വരച്ച് കൊടുക്കാം. ഓക്കെ, ഫോളോവർ സ്റ്റേഷനറി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ റൊട്ടേഷൻ ക്യാമിന് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വരുന്ന രീതിയിൽ നമുക്ക് വരക്കാം. അപ്പോൾ നമുക്ക് ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അസെൻഡ്, ഡ്വെൽ 1, ഡിസെൻഡ്, ഡ്വെൽ 2, അങ്ങനെ 4 ആയിട്ട് നമ്മുടെ ഈ
പ്രൈം സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, എസെൻറ്റ് മാർക്ക് ചെയ്യുക. എസെൻറ്റ് വരുന്നത് 60 ഡിഗ്രിയാണ്. ദെൻ അതിനെ 6 ആയിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എസെൻറ്റ് മാർക്ക് ചെയ്യാം. എസെൻറ്റ് 60 ഡിഗ്രി. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 45 ഡിഗ്രിയാണ്. സോ 10, 20, 30, 40, 45. അടുത്ത് വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആംഗിൾ ഓഫ് അസെൻറ്റ്, ആംഗിൾ ഓഫ് ഡിസെൻറ്റിനെ നമ്മൾ എത്ര ഡിവിഷനാണോ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ സോ ഇവിടെ നമ്മൾ 6 ഈക്വൽ ഡിവിഷനാണ് എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതിനെ നമ്മൾ 6 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് അഗൈൻ കട്ട് ചെയ്യണം. സോ നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഇത് എത്ര 60 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ 6 ഈക്വൽ ഡിവിഷൻ ആക്കുമ്പോൾ നമുക്ക് ഒരു 10 ഡിഗ്രി വെച്ച് വരും. സോ അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്യാം. ഒരു 10, 20, 30, 40, 50. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 90 ഡിഗ്രിയാണ് വരുന്നത്. സോ ഇപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, 6 ആയിട്ട് കട്ട് ചെയ്യാം. ഇതൊരു 15 ഡിഗ്രി വെച്ച് വരും. സോറി നമുക്ക് റോളറാണ് വരുന്നത്. സോ റേഡിയൽ ലൈൻസ് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് ടാൻജൻ ലൈൻസ് ആണ് വേണ്ടത്. നമ്മളപ്പോൾ നമ്മുടെ ഓഫ്സെറ്റ് സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫ്സെറ്റ് സർക്കിളിന് ഓരോ പോയിന്റിലേക്കും നമ്മൾ ടാൻജൻ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് എന്താണ്, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്ന് ഓരോ പോയിന്റിലേക്കും ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുക, ഈ സർക്കംഫറൻസിൽ നിന്ന്, അതായത് പ്രൈം സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ നിന്ന് ഓരോ ടാൻജൻ ലൈനിലും മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 1 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് വരുന്നത്. സോ അപ്പോൾ അതിലേക്കുള്ള ടാൻജനിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യുക. അടുത്തത് 2 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിലേക്കുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ദെൻ നമ്മുടെ സെക്കൻഡ് ഈ ഒരു ലൈനാണ്. സോ മാർക്ക് ചെയ്യുക. അടുത്തത് 3ാമത്തെ ലൈൻ, തേർഡ് വെർട്ടിക്കൽ ലൈനിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. നമ്മുടെ തേർഡ് പോയിന്റ് ഇതാണ് വരുന്നത്. സോ അത് മാർക്ക് ചെയ്യാം. ദെൻ ഫോർത്ത് വെർട്ടിക്കൽ ലൈൻ. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഫോർത്ത് വെർട്ടിക്കൽ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് നമ്മളിവിടെ ഈ ഒരു സർക്കംഫറൻസിൽ നമ്മൾ എടുത്ത് മാർക്ക് ചെയ്യണം. അടുത്തത് ഫിഫ്ത്ത് വെർട്ടിക്കൽ ലൈൻ. സോ അത് സർക്കംഫറൻസിൽ നിന്ന് മാർക്ക് ചെയ്യുക. അടുത്തത് 6th. സോ നമ്മൾ അടുത്തത് എന്താണ്, ദെൻ ഇവിടെ 6 തന്നെയാണ്. അപ്പോൾ അതും എന്ത് ചെയ്യുക, സെയിം തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് 7 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. ഇതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. അത് ഇതിൽ മാർക്ക് ചെയ്യാം. ദെൻ 8, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളെടുത്തു. അടുത്ത ലൈനിലേക്ക് നമ്മളത് മാർക്ക് ചെയ്തു. പിന്നെ അടുത്തത് അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പേര് കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 0 തന്നെയാണ്. അത് നമുക്ക് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ലൈനിൽ വരുന്ന ഈ ഒരു പോയിന്റിന് 1', ദെൻ സെക്കൻഡ് ലൈനിൽ വരുന്നതിന് 2', തേർഡ് ലൈനിന് 3', 4', 5', 6', again 6', then ഇവിടെ 7', ഇവിടെ 8', 9', 10', 11', then 12'. അത് നമുക്ക് 0 തന്നെ വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ റോളറിൻ്റെ റേഡിയസ് എടുക്കുക. ഓക്കെ, റോളറിൻ്റെ റേഡിയസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ റേഡിയൽ ലൈനല്ല ടാൻജൻ ലൈനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ ആർക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ടാൻജൻ ലൈനെ അഗെയിൻ ഓരോ ആർക്ക് വെച്ച് കട്ട് ചെയ്യണം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോളറിനെ അങ്ങനെ തന്നെ വരക്കാം. നമ്മൾ ഓരോ ടാൻജൻറ്റ് ലൈനിലും എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇത് 12 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ലൈൻ, അടുത്തത് ഈ ഒരു ലൈനാണ് വരുന്നത്. ദെൻ അടുത്തത് ഓരോ ടാൻജൻറ്റ് ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ നമ്മൾ ആർക്ക് കട്ട് ചെയ്യണം. ഓക്കെ, അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ പോയിന്റിലൂടെ ടാൻജൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് കർവ് വരക്കുക. സോ അപ്പോൾ ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രൊഫൈൽ വരുന്നത്. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ്, ആ ഒരു പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു കർവും കൂടി വരക്കുക. സോ റിമൈനിങ് വരുന്നത് ഡെൽ 2 ആണ്, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെലോസിറ്റി കാണണം, ദെൻ ആക്സലറേഷൻ കാണണം. സോറി, ഇവിടെ കുറച്ച് എക്സ്ട്രാ ലൈൻസ് വന്നിട്ടുണ്ട്, റേഡിയൽ ലൈൻസ് വരച്ചത്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എസെൻറ്റിലെ അല്ലെങ്കിൽ അപ്പ് സ്ട്രോക്ക് ഡൗൺ സ്ട്രോക്കിലെ എന്ത് കാണണം, ഔട്ട് സ്ട്രോക്കിലെ റിട്ടേൺ സ്ട്രോക്കിലെ നമുക്ക് വി മാക്സ് കാണണം, ദെൻ യൂണിഫോം ആക്സലറേഷൻ കാണണം. സോ വി മാക്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്, യൂണിഫോം ആക്സലറേഷൻ ഡീസലറേഷൻ ആണ്. സോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ 2 × h/ω/5a ആണ് വരുന്നത്. ദെൻ യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ 4 × h/ω²/ψd² ആണ് വരുന്നത്. ദെൻ ഡൗൺ സ്ട്രോക്കിനാകുമ്പോൾ ഇക്വേഷൻ സെയിം ആണ്, 2 × h/ω/ψa എന്ന് വരും. ഇവിടെ എഫ് യൂണിഫോം എന്ന് പറയുമ്പോഴും ഇക്വേഷൻ 4h × ω²/ψd² വരും. ആംഗിൾ ഡിഫറൻ്റ് ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒമേഗയാണ്. ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് 2πn/60 വരുമ്പോൾ 2 × π × n വരുന്നത് 200 ആണ്. 200 RPM ആണ്. 60 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. അപ്പോൾ 20π/3 ആണ് വരുന്നത്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 28 ആണ് നമ്മുടെ എച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ 20π/3 കിട്ടി. ഡിവൈഡ് ബൈ എസെൻ്റ് ആംഗിൾ വരുന്നത് 60 ഡിഗ്രിയാണ്. റേഡിയനിൽ കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു π/180 ചെയ്യണം. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് 60/180 ചെയ്താൽ നമുക്കൊരു 3 വരും. സോ ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് 3 രണ്ട് സൈഡിലും കിടക്കുന്നത്. ന്യൂമറേറ്ററിൽ എന്തുണ്ട്, ഒരു 20π/3 കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു π/3 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വരുന്നത് 2 × 28 × 20 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുമ്പോൾ ഒരു 40 × 28 1120 വരും. 1.12 m/s എന്ന് എടുക്കാം. ഇനി നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ കാണണം. സോ 4 × h/28 ആണ്. ഇതിന് ω², ഇത് 20π/3 the whole square divided by 60 × π/180 the whole square എന്ന് വരും. അപ്പോൾ നമ്മൾ അഗെയിൻ ഇവിടെ നമുക്ക് എങ്ങനെയാണ്, ഇത് രണ്ടിനും എന്തുണ്ട്, പവർ സെയിം ആണ്. സോ നമുക്ക് ഒന്നായിട്ട് എടുക്കാം. നമുക്കിവിടെ ഇതിനെ ക്യാൻസൽ ചെയ്താൽ അഗെയിൻ π/3 വരും. അപ്പോൾ π/3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് 20² ആണ് വരുന്നത്. സോ നമുക്ക് 4 × 28 × 20യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു 400 വരും. അപ്പോൾ നമുക്ക് എത്ര വരും, 1600 × 28 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 44800 വരും. നമുക്കൊരു 44.8 m/s² ആണ് വെലോസിറ്റി, നമ്മുടെ യൂണിഫോം ആക്സിലറേഷൻ വരുന്നത് ഇൻ അപ്പ് സ്ട്രോക്ക്. ഇനി ഡൗൺ സ്ട്രോക്കിൽ കാണാം. ഡൗൺ സ്ട്രോക്കിൽ സെയിം ഇക്വേഷനാണ്, 2 × 28 ×
നമ്മുടെ ഒമേഗ പറയുമ്പോൾ 20π/3 വരും. ദെൻ 90 ഇൻറ്റു ഡിസെൻറ്റ് വരുന്നത് 90 ഇൻറ്റു π/180 ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് π/2 ആണ് വരിക. നമുക്ക് ഈ പൈ ക്യാൻസൽ ചെയ്യാം. ദെൻ 2 എന്ത് ചെയ്യാൻ മേലേക്ക് എടുക്കാം, ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, 4 ഇൻറ്റു 20, അപ്പോൾ 80 ഇൻറ്റു 28/3 വരും. വാല്യൂ എത്രയാണ് നോക്കാം നമുക്ക്. 80 ഇൻറ്റു 28/3 ഒരു 746.66 ആണ് വരുന്നത്. അതിനെ നമുക്ക് 0.4747 മീറ്റർ പെർ സെക്കൻഡ് ഇത്രയും വെലോസിറ്റി, ഇതാണ് മാക്സിമം വെലോസിറ്റി ഡ്യൂറിങ് ദി റിട്ടേൺ സ്ട്രോക്ക് വരുന്നത്. ദെൻ യൂണിഫോം ആക്സിലറേഷൻ ഡ്യൂറിങ് ദി റിട്ടേൺ സ്ട്രോക്ക് വരുമ്പോൾ 4h ഇൻറ്റു ω/side ദ ഹോൾ സ്ക്വയർ വരും. നമുക്ക് എന്ത് ചെയ്യാം, 4 ഇൻറ്റു 28 ഇൻറ്റു നമ്മുടെ ω/sin എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ചെയ്യാം. നമുക്ക് 20 ഇൻറ്റു π/3 ഡിവൈഡ് ബൈ 90 ഇൻറ്റു π/180 ദ ഹോൾ സ്ക്വയർ ഇടാം. സെയിം ഡിനോമിനേറ്ററിൻ്റെ ന്യൂമറേറ്ററിനും സെയിം പവറാണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ അഗെയിൻ ഇത് ക്യാൻസൽ ചെയ്താൽ π/2 ക്യാൻസൽ ചെയ്യാം. നമുക്ക് എന്ത് വരും, 40/3 വരും. അപ്പോൾ ഇവിടെ വേണ്ടത് 4 ഇൻറ്റു 28 ഇൻറ്റു 40/3 ദ ഹോൾ സ്ക്വയർ വേണം. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ എന്താ നോക്കാം. അപ്പോൾ നമുക്കൊരു 199.11 ആണ് വരുന്നത്. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 19.91 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡ്യൂറിങ് ദ ഡിസൈൻ യൂണിഫോം ആക്സിലറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, മീൻസ് ആവശ്യം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.